ഗൾഫ് രാഷ്ട്രങ്ങളിൽ വച്ച് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്തു വരുന്നത് യുഎഇയിലാണ്. യുഎഇയുടെ വിജയത്തിന്റെ നാഴികക്കല്ലായ നിങ്ങളുടെ സുരക്ഷ ഇനി ഇവർ നോക്കിക്കോളും. ആയതിനാൽ തന്നെ യുഎഇയിലെ ഇന്ത്യക്കാരുടെ പ്രവാസ ജീവിതം സുരക്ഷിതവും പ്രശ്നരഹിതവുമാക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങളുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസികൾ തട്ടിപ്പുകൾക്ക് ഇരയാവുന്നതും നിയമക്കുരുക്കുകളിൽ ചെന്ന് ചാടുന്നതും ഒഴിവാക്കാനും താമസവും ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് കോൺസുലേറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുഎഇയിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കുറിപ്പ് കോൺസുലേറ്റിന്റെ ഹെൽപ്പ് സെന്ററായ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രയുടെ മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, പുതുതായി ആരംഭിച്ച ഡിജിറ്റൽ മാഗസിൻ എന്നിവയിൽ ലഭ്യമാണ്. പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. യുഎഇയിലെ നിയമങ്ങൾ, പ്രത്യേകിച്ച് തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് അടിസ്ഥാന ധാരണ ഉണ്ടാക്കിയെടുക്കണം. തൊഴിലവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ മുൻകൂട്ടി അറിഞ്ഞുവെക്കുക. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ്, പ്രധാന ആശുപത്രികൾ, ഇന്ത്യൻ എംബസി, ദുബായ് കോൺസുലേറ്റ്, പ്രധാന പ്രവാസി സംഘടനകൾ എന്നിവയുടെ കോൺടാക്ട് നമ്പറുകൾ ശേഖരിച്ചു വയ്ക്കുക. ശാരീരികമായ അതിക്രമങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ എന്നിവ വച്ച് താമസിപ്പിക്കാതെ ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. വർക്ക് പെർമിറ്റ് ക്യാൻസലായി 1 വർഷത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനുഷ്യവിഭവ എമിറൈറ്റൈസേഷൻ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. മെഡിക്കൽ റെക്കോർഡുകൾ, പാസ്പോർട്ട്, വിസ എന്നിവയുടെ പകർപ്പുകൾ, തൊഴിൽ കരാറുകൾ, സാമ്പത്തിക രേഖകൾ, താമസ സ്ഥലത്തെയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെയും അഡ്രസ്സുകൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാകത്തക്ക രീതിയിൽ സ്വന്തമായി സൂക്ഷിച്ചു വയ്ക്കുകയും വിശ്വസ്തരായ 1-2 കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്യുക. നിയമവിധേയമായ മാർഗങ്ങളിലൂടെ മാത്രം പണം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. തൊഴിൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ യോജിച്ച ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാവുക. പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഇൻഷുറൻസ് ഉൽപ്പന്നത്തിന്റെയും ഏജന്റിന്റെയും വിവരങ്ങൾ നന്നായി മനസ്സിലാക്കി വയ്ക്കുക. വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. സിം കാർഡ് വിവരങ്ങൾ, പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, ഇമെയിൽ തുടങ്ങിയവയിലെ വിവരങ്ങൾ മോഷ്ടിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. യുഎഇയിലും ഇന്ത്യയിലും അനുയോജ്യമായ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസിൽ അംഗമാവുക. യുഎഇ കോടതികളിൽ സ്വീകാര്യമായ ഒരു വിൽപത്രം തയ്യാറാക്കി വയ്ക്കുക. ഒപ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ്. മറ്റു മതവിഭാഗങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളും അഭിപ്രായങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യരുത്. യുഎഇയിലെ പാരമ്പര്യം, ആചാരങ്ങൾ, സംസ്കാരം എന്നിവയ്ക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കരുത്. നിരോധിത സ്ഥലങ്ങളിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കരുത്. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ഫോട്ടോ, വീഡിയോ എന്നിവ എടുക്കാനോ അവ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനോ പാടില്ല. OTPകൾ, പാസ്വേഡുകൾ, ATM പിൻ നമ്പറുകൾ തുടങ്ങിയവ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. ബാങ്കോ മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളോ ഇവ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടില്ല. പരസ്യമായി മദ്യപിക്കാൻ പാടില്ല. മദ്യവിൽപ്പനയ്ക്കും വിതരണത്തിനും ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ അവ ഉപയോഗിക്കാവൂ. സ്പോൺസറിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പകരം 80060 എന്ന നമ്പറിൽ എംബസിയെയോ കോൺസുലേറ്റിനെയോ ബന്ധപ്പെട്ടിരിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.